Magic morning. Hello. Magic morning. Magic morning. Magic morning. Magic morning. Magic morning all. Okay. വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഓൺ ചെയ്തിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് സെഷൻ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് സെഷൻ എടുക്കുക നമ്മുടെ സ്വന്തം പ്രവീണ മാം ആണ്. പ്രവീണ മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക്കാണ് സിപ്പിറ്റ് ആണ്. ഓക്കെ അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഈ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം പ്ലീസ് വെൽക്കം മാം. ഗോപിക മാജിക് മോർണിംഗ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എന്തായാലും സിപ്പിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോ ഇതൊരു എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്പീരിയൻസ് ആണ്. കഥയല്ല, സ്വന്തം ഒരു അനുഭവത്തിലൂടെ റോസി വിവരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് റോസി നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റോസിയുടെ കഥ എന്ന് നോക്കാം. അതിനു മുന്നേ റോസി കടന്നു വന്ന വഴികളും റോസി നമ്മളോട് പറയുന്നു. റോസിയുടെ കഥയിലേക്ക് കടക്കുമ്പോൾ അതൊരു പാട്ടിലൂടെയാണ് നമുക്കത് കേൾക്കാൻ കഴിയുക. അതെന്താണെന്ന് നോക്കാം. ഉയരായി മനസ്സിൽ മധുവാൻ ഉണരൂ ഉണരൂ മണിവിളക്കേ, ഉലകിന്നുയരായി മനസ്സിൽ മധുവാൻ ഉണരൂ ഉണരൂ മണിവിളക്കേ, കർത്താവേ കനിയൂ നീ യേശുനാഥാ, ഹല്ലേലൂയാ ഹല്ലേലൂയാ, കർത്താവേ കനിയൂ നീ യേശുനാഥാ, ഹല്ലേലൂയാ ഹല്ലേലൂയാ, കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തോഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു, ഹല്ലേലൂയാ ഹല്ലേലൂയാ എന്ന് പള്ളിയിൽ വെച്ചിട്ട് ഈ ഒരു കരോൾഗാനം പാടി റോസി പുറത്തേക്ക് ഇറങ്ങപ്പോ മനസ്സ് വല്ലാതെ ഒരു ശാന്തമാകുന്ന ഒരവസ്ഥയാണ് റോസിക്ക് ഫീൽ ചെയ്തത്. റോസി ആ കരോൾഗാനൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി റോസി കുറേ സമയം ആ പള്ളിയുടെ ഒരു ബെഞ്ചിൽ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോ റോസി ആലോചിച്ചു, ഇപ്പൊ എനിക്ക് ശാന്തതയ്ക്കുള്ള കാരണം എന്താണ്. അവിടെയാണ് റോസി നമുക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യുന്നത്. താങ്ക് യു വീന സിനിമ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. ഓക്കെ, അപ്പൊ റോസി പറയുന്നത് ഇതാണ്. റോസി ഒരു സിംഗിൾ മദറാണ്. രണ്ട് പെൺകുട്ടികളാണ്. 4നും 5നും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് റോസിക്കുള്ളത്. അപ്പൊ സിംഗിൾ മദർ ആയതുകൊണ്ട് റോസിയുടെ ഹസ്ബൻഡ് റോസി ഉപേക്ഷിച്ച് പോയതാണ്. അപ്പൊ റോസിക്ക് തന്റെ മക്കളെ വളർത്തിയേ പറ്റൂ. വീട്ടിൽ റോസിയും മക്കളും മാത്രമേ ഉള്ളൂ. റോസിയുടെ കുടുംബമൊക്കെ കുറച്ച് ദൂരെയാണ്. അപ്പൊ ഇവരുടെ പഠന കാര്യങ്ങളും ഭക്ഷണവും വീട്ടുജോലികളും ഒക്കെ റോസിക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ റോസി എന്ത് ചെയ്തു, രാവിലെയൊക്കെ ജോലിക്ക് പോയ ചില സമയങ്ങളിൽ രാത്രി വൈകിയാണ് വീട്ടിലെത്തുന്നത്. ഇത്തിരി ദൂരെയാണ് ജോലി സ്ഥലം. തിരിച്ചെത്തുന്ന സമയത്ത് 2 പെൺകുട്ടികളെ വീട്ടിലാക്കി പോകുന്നതിന്റെ ഒരു ആകുലത റോസിയുടെ മനസ്സിലുണ്ട്. കാരണം പെൺകുട്ടികളായതുകൊണ്ട് റോസിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എവിടെ പോയാലും ഒരു സമാധാനം കിട്ടുന്നില്ല. ഇത് റോസി മക്കളുമായിട്ട് ഷെയർ ചെയ്തപ്പോ റോസിയുടെ മക്കള് പറയുന്നത് ഇതാണ്, ഞങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കാൻ തയ്യാറാണ്. കാരണം അവർക്കും അത് കൂടുതൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കറിയാം തങ്ങളുടെ പഠനവും ഭക്ഷണവും ജീവിത ചെലവുകളെല്ലാം നടന്നു പോകണമെങ്കിൽ തൽക്കാലം അമ്മയുമായിട്ട് ഒന്ന് അകന്നു നിന്നേ മതിയാവും. റോസി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടികൾ അതിനൊക്കെ തയ്യാറായി റോസി അവരെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം റോസിക്ക് രാവിലെ പോകുമ്പോഴും
വൈകിട്ട് ഇനിയിപ്പോ ലേറ്റ് ആയ അവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ ദിവസവും രാവിലെ അവരെ കണ്ടിട്ട് തന്റെ ജോലിക്ക് പോകാം. ഒപ്പം എവിടെയാണെങ്കിലും ഇത്തിരി സമാധാനമായിട്ട് ജോലി ചെയ്യുകയും ചെയ്യാം. അപ്പൊ റോസി അവരെ ഹോസ്റ്റലിലാക്കിയതിനു ശേഷം പിന്നെ ജോലികളിലേക്ക്, തിരക്കുള്ള ജോലികളിലേക്ക് മാറി തുടങ്ങി. അവിടെ നിന്ന് ജോസി വീട്ടു ചെലവുകളും കുട്ടികളുടെ ഫീസും അവരുടെ ആവശ്യങ്ങളും റോസിയുടെ ആവശ്യങ്ങളും വീട്ടാവശ്യങ്ങളും എല്ലാം നിറവേറ്റി തുടങ്ങി. ഏകദേശം ഒരു 6 മാസത്തിൽ കഴിഞ്ഞപ്പോ റോസിക്ക് ജീവിതം വല്ലാതെ വരണ്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. ഒരു സന്തോഷവും ഫീൽ ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. അപ്പോഴാണ് റോസി തോന്നിയത് തനിക്ക് ഇഷ്ടപ്പെട്ട ചില യാത്രകളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പൊ റോസി എന്തെന്ന് വെച്ചാൽ 1-2 ദിവസം കുറച്ച് നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ എടുത്ത് ഒരു ഡേ ടൈം ഒരു ഫ്രീ എടുത്ത് റോസി മക്കളെയും കണ്ടിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട യാത്രകളിലേക്ക് റോസി ശ്രദ്ധ ക്ഷണിച്ചു. റോസി പതുക്കെ പതുക്കെ യാത്രകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയും കൂടിയാണ് കേട്ടത്. അത് കഴിഞ്ഞ ഒരു ക്രിസ്മസ് രാവിലെ ഒരാൾ ഷെയർ ചെയ്തതും കൂടിയാണ്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഷെയർ. അപ്പൊ റോസി പതുക്കെ തന്റെ യാത്രകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. റോസി യാത്രകളൊക്കെ നടത്തുന്ന സമയത്ത് സ്പോട്ടിൽ റോസി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെയുള്ള നല്ല ഫോട്ടോസ്, റോസി നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ സ്റ്റാറ്റസിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റോസി താൻ ഷെയർ ചെയ്ത ഫോട്ടോസ് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഷെയർ ചെയ്ത ഫോട്ടോസ് ഒന്ന് എടുത്തു നോക്കി. എടുത്തു നോക്കിയപ്പോൾ റോസിക്ക് മനസ്സിലായത് അതിൽ ഒരുപാട് ലൈക്കുകളും കമന്റുകളും വന്നിട്ടുണ്ട്. റോസ് സമയം പോലെ ഓരോ കമന്റ് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞ റോസിക്ക് അത് ഷെയർ ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതിലെ കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ്: റോസി ഇപ്പൊ ഒരു സിംഗിൾ മദർ ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ലേ, റോസിക്ക് എവിടെ വേണമെങ്കിലും പോകാം. വളരെ ഒരു 50 ലൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 ലൈക്ക് മാത്രം റോസി അപ്രിഷിയേറ്റ് ചെയ്തിരുന്നു. റോസി, യു ആർ ബാക്ക്. എന്തായാലും നന്നായി. ഇത് റോസിക്ക് തിരിച്ച് ജീവിതത്തിൽ കയറാൻ ഒരുപാട് സഹായകമാകുന്നുണ്ട്. വളരെ ഒരു 5 മെസ്സേജ് തനിക്ക് റോസിക്ക് സമാധാനമുള്ള ഒരു കമന്റ് കിട്ടിയുള്ളൂ. ബാക്കി മുഴുവൻ ഇത്തരത്തിലുള്ള കമന്റുകളാണ്. റോസിക്ക് ഇപ്പോ എന്തുമാവാം, മക്കളെ പോലും ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ, പിന്നെ ഇപ്പൊ എന്താ ഇപ്പൊ യാത്രകളിലൊക്കെ പോകുന്നതിൽ ഫ്രീ ബേർഡ് അല്ലേ, ഞങ്ങൾക്ക് അതൊന്നും സാധിക്കുന്നില്ല, ഫാമിലിയൊക്കെ ഞങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തമുള്ള കാര്യം. ഇത്തരം കമന്റുകൾ കണ്ടപ്പോഴാണ് റോസി ഇന്നത്തെ സമൂഹത്തെ കുറിച്ച് ഓർക്കുന്നത്. റോസി സമൂഹത്തെ കുറിച്ച് ഓർക്കുന്നത് ആലോചിച്ചപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് റോസി ചിന്തിച്ചു തുടങ്ങി. ഞാൻ എന്തിനാണ് ഈ യാത്ര തിരഞ്ഞെടുത്തത്? ഈ യാത്ര തിരഞ്ഞെടുത്തത് എന്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്റെ സ്ട്രെസ് കുറഞ്ഞോ ഇല്ല എന്ന കൂടുകയും തനിക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായിട്ട് റോസി തിരിച്ചറിഞ്ഞു. റോസി അപ്പൊ തിരിച്ചറിഞ്ഞ കാര്യം മേക്ക് യുവർ ലൈഫ് മോർ പ്രൈവറ്റ് എന്നാണ്. ഡോണ്ട് മേക്ക് ഇറ്റ് പബ്ലിക്. നമ്മുടെ ജീവിത രീതികൾ കൂടുതൽ പബ്ലിക് ആകാതിരിക്കുക എന്ന് റോസി മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം പിഷാരടി എന്ന് പറഞ്ഞ ഒരു നടൻ സോഷ്യൽ മീഡിയയിൽ കൂടെ പോസ്റ്റ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഇനി പബ്ലിക് ആവാൻ പോവുകയാണ്. ഈവൻ നമ്മുടെ കിടപ്പറ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ നമ്മൾ പോലും അറിയാതെ ചിലപ്പോ വീഡിയോ എടുത്തെന്ന് വരാം. അത്തരം ഒരു വലിയൊരു ഡിജിറ്റലൈസ്ഡ് ലൈഫിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും സ്വകാര്യതയില്ല. ഇപ്പൊ ഈവൻ ഒരു മരണ വീട്ടിൽ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ സാറ് മരിച്ച ഒരു വീഡിയോ നമ്മൾ എല്ലാവരും റീൽസിലൂടെയൊക്കെ കണ്ടതാണ്. അവരുടെ കരച്ചിലൊക്കെയാണ് ഓരോരുത്തർ എന്ത് ചെയ്തിരിക്കുന്നത്, മൊബൈലിൽ പകർത്തി റീൽസിലായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. മരണം സംഭവിച്ചാൽ നമുക്ക് എല്ലാവർക്കും അതിന് വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലും ഇപ്പോ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതായത് നമ്മളുടെയൊക്കെ ജീവിതം ഇനി അത്തരത്തിലേക്ക് മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം കൂടുതൽ പ്രൈവറ്റ് ആക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ക്യാപ്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിപ്പ് ഇറ്റ്. ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക. നിങ്ങളൊരു യാത്രയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില സമയത്ത് ചില വ്യക്തികളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ പറയാം അവർ പോകുന്ന സ്ഥലത്തിന്റെ ഫോട്ടോയും ഐ എം സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു. അതിൽ ഒരു കമന്റ് വന്നാൽ മതി. യാത്ര പോകുന്നു ചോദിച്ചാൽ ചിലവർ എന്ത് ചെയ്യും, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയും. ആ ഓൾ ദ ബെസ്റ്റിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയും: സൂക്ഷിച്ച് പോണം കേട്ടോ, ആ രാജ്യം ഇങ്ങനെയാണ്, അവിടെ കള്ളന്മാര് കൂടുതലാണ്, സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോളൂ. ഇത് നമ്മൾക്ക് അവര് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ ഉപദേശിക്കുകയായിരിക്കും. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഓ യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഇത് ഇങ്ങനെയൊക്കെ ആയല്ലോ. നമുക്കറിയാം ഒരു യാത്ര പോകുമ്പോൾ എവിടെ ശ്രദ്ധിക്കണം എവിടെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളത്. പക്ഷെ ഒരു കുഞ്ഞു കമന്റ്
ഇതപ്പോ നിനക്ക് എന്നോടും കൂടി ഒന്ന് പറയായിരുന്നില്ലേ ഒരു കമന്റ് അങ്ങനെയാണെങ്കിലോ, ഞാനും പോന്നേനെ, നീ എന്നോട് ചെയ്ത ചതിയായിപ്പോയി. അപ്പൊ തുടങ്ങും നമുക്ക് ഒരു മനസ്സിലൊരു വിഷമം, എനിക്കൊന്ന് പറയായിരുന്നു. ഓ, ഇനി പോകുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ ഈ ഒരു തോട്ടായിട്ട് ഇരിക്കും. കാരണം എനിക്കൊന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടായിട്ട് അവൾ ഉണ്ടായേനെ, അല്ലെങ്കിൽ അവൻ ഉണ്ടായേനെ. എന്തിനായിരുന്നു ഞാനത് ഷെയർ ചെയ്തത്? ചില വ്യക്തികൾ കാണാം, പോയി വന്നതിന് ശേഷം ഫോട്ടോ ഷെയർ ചെയ്യും. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇറ്റ്സ് ഓക്കെ. കാരണം അത്തരം കമന്റുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇനി ഈ കമന്റിന് വേണ്ടിയിട്ടാണോ ഞാൻ യാത്ര ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. എന്തും ഇത് മാത്രമല്ല, എന്തും ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ഷെയർ ചെയ്യുക. നിങ്ങളൊരു യാത്ര പോയി വന്നു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ഓഫീസിന്റെ ഗ്രൂപ്പിലാണ് പോയിട്ടുള്ളത്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളത് വീട്ടിൽ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ തന്നെ പറയാറില്ലേ, അമ്മയ്ക്ക് അതൊക്കെ ആവാല്ലേ, എനിക്ക് പറ്റില്ല. ഇതാ തീർന്നു. എന്തിനായിരുന്നു ഞാനത് ഷെയർ ചെയ്തത്? ഞാൻ പോയിട്ട് അത് കുടിച്ചു, ഇത് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പറയും, അമ്മയല്ലേ പറഞ്ഞത് അത് കുടിക്കാൻ പാടില്ല, അത് വയറിന് കേടാണ്. തീർന്നില്ലേ? അതവിടെ നിർത്തി. അപ്പൊ എന്തായിരുന്നു അതിന്റെ ഒരു ആവശ്യം? ഇനി ഹസ്ബൻഡ് ആണെങ്കിലോ, ആ, ഞങ്ങളുടെ കൂടെ അല്ല, ഭയങ്കര സ്മാർട്ടായിരുന്നു, ഞങ്ങളെ കാര്യങ്ങളൊക്കെ അവള് വളരെ നന്നായി നോക്കി, ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു, ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് കേൾക്കുന്ന ഭാര്യ മനസ്സിൽ ഇതവിടെ കൊളുത്തിയിടും. കാരണം അപ്പൊ റെസ്പോണ്ട് ചെയ്യില്ല. പിന്നീട് നിങ്ങൾ പോയി ഡാൻസ് ചെയ്ത ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും പറയും, ഉടനെ എടുത്തിടുന്നത് ഇതായിരിക്കും. അത് ശരി, നിങ്ങൾക്ക് അന്ന് പോയപ്പോ അവളൊരു ഡാൻസ് ചെയ്യായിരുന്നു, അവള് മിടിക്കും, എന്താ എനിക്കിതൊന്നും പറ്റില്ലേ? കണ്ടോ, തീർന്നു. അവിടെ ക്ലാഷ് ആയി. എന്തിനായിരുന്നു അത്തരം ഒരു ഷെയറിങ്? ആവശ്യമില്ല. നിങ്ങൾ ടൂറിന് പോയി എങ്ങനെ ഉണ്ടായിരുന്നു ഭാര്യ? ആ, നന്നായിരുന്നു, ഇന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. ഓക്കെ, ഫൈൻ, അത് മതി. ചില കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും പാർട്ട്ണറിനോടാണെങ്കിലും ആവശ്യമില്ലാതെ ഷെയർ ചെയ്യാതിരിക്കുക. ഓവർ ഷെയർ, അവിടെ സിപ്പ് അടയ്ക്കേണ്ടടുത്ത് നിങ്ങൾ അടച്ചേ മതിയാക്കും. ഇനി വീട്ടിൽ ഒരു ഭക്ഷണം ഭാര്യ ഉണ്ടാക്കിയാലും നിങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ചോദിക്കും, എങ്ങനെയുണ്ട്? ഇതിനിപ്പോ എന്താ പ്രത്യേകത? എല്ലാ ദിവസവും നീ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോ അന്ന് എന്തെങ്കിലും ഒരു മെയിൻ പൊടിക്കാ കറിയിൽ നിങ്ങൾ ചേർത്തിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? ഓ, എന്തിനായിരുന്നു, എനിക്ക് സാധാരണ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിയിരുന്നു. വല്ല വല്ല കാര്യമുണ്ടോ? നല്ല വാക്ക് പറഞ്ഞതുമില്ല, പോട്ടെ, എന്നെ മടുപ്പിക്കുന്ന ഒരു കാര്യം തെറ്റി. എന്താന്നേ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത്? എനിക്ക് വേണ്ടിയിട്ടും എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും. നല്ലത് കിട്ടിയ സ്വീകരിക്കുക, കൂടുതൽ അതിനെക്കുറിച്ച് വിവരിക്കണ്ട എന്നാണ് സൈക്കോളജി കൂടുതൽ പറയുന്നത്. ഇനി ബി മാജിക്കിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടാൽ മതി, എനിക്ക് വേണമെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. നിങ്ങൾക്ക് ഒരു പക്ഷെ ബി മാജിക്കിന്റെ ക്ലാസ്സുകൾ ഇഷ്ടമായിരിക്കാം, പക്ഷെ പാർട്ട്ണർക്ക് മറ്റു ചില ഇഷ്ടങ്ങളാണ്. അപ്പൊ ഇത് കൂടുതൽ ഷെയർ ചെയ്യുന്നു, ഇന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയായിരുന്നു, വളരെ രസകരമായിരുന്നു എന്ന് പറയുമ്പോ അവര് ചിന്തിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോ അവര് പറയും, അത് ശരി, നിങ്ങൾക്ക് ബി മാജിക് പറഞ്ഞു ഞാനത് കേട്ടോണ്ടിരിക്കണം. എന്തിനായിരുന്നു ആവശ്യമില്ലാതെ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ബി മാജിക് കണ്ടു കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള എന്റെ പാർട്ട്ണറും കൂടി ഒരു മാറ്റത്തിലേക്ക് വരില്ല. കാരണം ഇത് നിങ്ങൾ ചൂസ് ചെയ്ത പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, അത് അവർക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് മാറ്റം വേണമെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ അവർ തെരഞ്ഞെടുത്തേ പറ്റൂ. അവർക്ക് തോന്നുകയാണ് ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാലോ, അപ്പൊ അവരത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത്, ബി മാജിക്കിലൂടെ എനിക്ക് മാറ്റങ്ങൾ വരാൻ കുറച്ച് ക്ലാസ്സുകൾ കേൾക്കുന്നു, കൊള്ളാമെന്ന് എനിക്ക് തോന്നി, താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാൻ കേട്ടോ എന്ന് മാത്രം പറയാം. ബാക്കിയുള്ളതൊക്കെ സ്കിപ്പ് ചെയ്ത് അടച്ചു വെക്കുക. വീട്ടിലായാലും കുടുംബത്തിലായാലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും അടിപിടി കൂടിയിട്ടുണ്ടാവും. എന്നിട്ടോ ഓഫീസിൽ പോയി ഇരുന്നിട്ട് പലപ്പോഴും സ്ത്രീകളാണെന്ന് പറയുന്നത്, ഓ, ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു, അങ്ങേർക്ക് ഇങ്ങനെ, അങ്ങേർക്ക് ഇത് പറ്റുള്ളൂ, ഇതിനെ കുറിച്ചാണ് ഡിസ്കഷൻ. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആള് പറയുന്നത് മറ്റൊരു, എന്റെ പുള്ളിക്കാരൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അവര് വളരെ കോപ്പറേറ്റീവ്. ഇത് കേൾക്കുന്ന അവിടെയും നമ്മുടെ മനസ്സിൽ അപ്പോഴും വിഷമങ്ങൾ കയറി. എന്തിനായിരുന്നു? അപ്പൊ ചിലര് എന്നാ പിന്നെ അത് ഒഴിവായിക്കൂടെ? അപ്പൊ നിങ്ങൾ ഒഴിവാക്കേ, അതെന്താ ഇതൊക്കെ സാധാരണയല്ലേ? സാധാരണമാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ പബ്ലിക് ഷെയറിങ്? ആവശ്യമില്ല. ഷെയർ ചെയ്യാം എവിടെ? നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് വേണ്ട കമന്റുകൾ തരുന്ന, ഒരു റെസ്പോൺസ് തരുന്ന ഒരു വ്യക്തിയോട് മാത്രം റെസ്പോണ്ട് ചെയ്യുക. വീട്ടിലത്തെ പ്രശ്നങ്ങളും ഒന്നും മറ്റുള്ളവരുമായി ഷെയർ ചെയ്തിരിക്കുക. സിപ്പ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അവിടെ ചുണ്ടുകൾക്ക് സിപ്പ് കൊടുത്തേ പറ്റൂ, അത് അടച്ചേ പറ്റൂ. ഇനി മറ്റൊരു കാര്യം, വീട്ടിൽ നിങ്ങൾ കുട്ടികളെ എന്തെങ്കിലും ഉപദേശിക്കുകയോ അവർ ചെയ്ത എന്തെങ്കിലും പഠിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ അവരുമായിട്ട് അടിപിടി കൂടുന്ന സമയത്തോ വാക്ക് തർക്കം ഉണ്ടാകുന്ന സമയത്തോ ഒരു ഗസ്റ്റ് കയറി വരുന്നു എന്ന് വിചാരിക്കാം. ഒരു ഫാമിലി ഗസ്റ്റ് വന്നു.
അപ്പൊ അവർക്ക് എന്താ അവിടെ പ്രശ്നം? ഉടനെ നമ്മൾ മുഴുവൻ അങ്ങ് നിരത്തും. ഇവൻ ഇങ്ങനെ ചെയ്തു, ഇവൾ ഇങ്ങനെ ചെയ്തു, പഠിക്കുന്നില്ല, പബ്ലിക് എക്സാം ആണ്, തുടങ്ങി. സിപ്പിറ്റ് എന്നാണ് സൈക്കോളജി പറഞ്ഞു. കാരണം അതവിടെ പറയേണ്ട കാര്യം ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ പഠന കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു, മതി, സ്റ്റോപ്പ് ദർ. ബാക്കി മുഴുവനും സിപ്പ് ചെയ്യുക. അവിടെ കുട്ടി ചെയ്ത കുറ്റങ്ങളോ ഒന്നും മറ്റുള്ളവരുമായിട്ട് ഓവർ ഷെയറിങ്ങിന്റെ ആവശ്യമില്ല എന്നർത്ഥം. കാരണം അത് ഷെയർ ചെയ്തുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരും കൊടുക്കുന്നത് എന്തായിരിക്കും? ഈ അഡ്വൈസ് തന്നെ. ആരാണ് ഇന്നത്തെ കാലത്ത് അഡ്വൈസ് കൊടുത്ത് നന്നായിട്ടുള്ളത്? അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. അല്ലാത്തവരൊരാളും ഒരു അഡ്വൈസ് കൊണ്ടും രക്ഷപ്പെട്ടിട്ടില്ല. ഓർക്കുക, എന്ത് പറയുമ്പോഴും ഞാനിത് പറയണമോ? സൈക്കോളജിയിൽ ഒരു കാര്യം പറയും, നിങ്ങൾ എപ്പോൾ വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ നിങ്ങൾ ഒരു തീരുമാനവും എടുക്കരുത്. കാരണം ആ തീരുമാനം ഒന്നെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. അതേപോലെ വളരെ വിഷമത്തിലിരിക്കുമ്പോൾ ഞാൻ നാളെ മുതൽ ഇങ്ങനെ അങ്ങ് ചെയ്തേക്കും എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കാതെയും അതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഗിവ് ടൈം, വെയിറ്റ്, അതിന് സമയം കൊടുക്കുക. അതേപോലെ നിങ്ങൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഇത് പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യേണ്ടത് ഏതാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക. റോസി ഇത് തിരിച്ചറിഞ്ഞു. തന്റെ യാത്രകൾ തന്റെ സന്തോഷത്തിനും സ്ട്രെസ് റിലീസിനും കൂടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ അതിലായിരുന്നില്ല ഫോക്കസ് ചെയ്തിരുന്നത്. എങ്ങനെ ഞാൻ പോയ സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, എന്റെ യാത്രകൾ ലോകത്തെ അറിയിക്കാം എന്നതിലേക്കാണ് എന്റെ ശ്രദ്ധ പോയത്. അവിടെ എനിക്ക് സ്ട്രെസ് കൂടുക എന്നല്ലാതെ കുറയാൻ എനിക്കൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക, ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക. എന്തായാലും ഇനി പുതിയൊരു പുതുവർഷം വരുമ്പോൾ ഈ ഒരു നിമിഷം പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഒരു നിമിഷമായി കണ്ട് ഇന്നു മുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു ക്യാപ്ഷൻ, അതായത് ഈ ക്യാപ്ഷനിൽ നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടാവും, അതൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. എന്ത് പറയാൻ ഉദ്ദേശിക്കുമ്പോഴും ആ ചിത്രം ഒന്ന് ഓർത്ത് ഇത് ഞാൻ പറയണമോ, സിപ്പ് തുറക്കുക. വേണ്ട എന്നുണ്ടെങ്കിൽ ഓവർ ഷെയറിങ്, എന്തിനെ കുറിച്ചാണെങ്കിലും ഓവർ ഷെയറിങ്ങിന്റെ ആവശ്യമില്ല. ഇത് ഓവർ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ ഈവൻ നിങ്ങൾ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തിനെ കാണാൻ പോയി എന്ന് വിചാരിക്കും. ആ കുടുംബ സുഹൃത്തിനെ പോയി കണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? വീട്ടിലിരുന്ന് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതെല്ലാം അവിടെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തിനായിരുന്നു അതിന്റെ ഡിസ്കഷന്റെ ആവശ്യം? വേണ്ട, വീട്ടിലേക്ക് എത്തി. വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വീണ്ടും ഈ അസുഖങ്ങളെ കുറിച്ചും പിന്നെ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, പിന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ഫോണിലൂടെ ഷെയർ ചെയ്യും. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ അതിലേക്ക് ഫോക്കസ്, എന്തും ഏതും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഫോക്കസ് ചെയ്യുക. വേണ്ടത് മാത്രം ഡിസ്കസ് ചെയ്യുക. ഒരു ചായ നന്നായില്ലെങ്കിൽ ഓക്കെ, ഇത് കുറച്ചും കൂടി മധുരം ഇട്ടാൽ നാളെ മുതൽ കുറച്ചും കൂടി കടുപ്പം വേണം, കുറച്ചും കൂടി പാലാവാമായിരുന്നു, കുറച്ച് ലൈറ്റ് ആവായിരുന്നു, ഒക്കെ ഒരു സെന്റൻസിൽ ഒതുക്കുക. കൂടുതൽ പറയാൻ തോന്നുമ്പോ, നാല് പറയണം എന്ന് തോന്നുമ്പോ സിപ്പ് യുവർ മൗത്ത് എന്നാണ്, ലിപ്സ് എന്നാണ് പറയുന്നത്. സോ ബി കെയർഫുൾ വെൻ യു ടോക്ക്. ഓവർ ഷെയറിംഗ് ഈസ് ഡിഫിക്കൽട്ട്. ഇനിയുള്ള സമൂഹത്തിലേക്ക്, ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് കൂടുതൽ ഡിജിറ്റലൈസേഷനിലേക്കാണ് ടെക്നോളജി പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവിടെ നമ്മുടെ ജീവിതം കൂടുതൽ പ്രൈവറ്റ് ആക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും കിട്ടും എന്നുള്ളത് ഓർക്കുക. അവിടെ നമ്മുടെ ജീവിതം താറുമാറാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾ സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ അവരുടെ ലൈഫിലെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള നിമിഷങ്ങളൊന്നും കൂടുതൽ ഷെയർ ചെയ്യാറില്ല. അത് ആരെങ്കിലും ഏറ്റുപിടിച്ചാൽ മാത്രമേ അവരത് ഷെയർ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. അതുകൊണ്ട് അവർക്കറിയാം അതാണ് അവരുടെ കുടുംബത്തിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കുക, നമ്മുടെ ജീവിതം കൂടുതൽ പ്രൈവറ്റ് ആക്കുക, ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക, കൂടുതലൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. അത് കുടുംബത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിലും നമ്മളെ ഏറെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കും. എന്തായാലും ഈ ഒരു ക്രിസ്മസ് രാവിലൊക്കെ നമുക്കൊക്കെ ഏറെ ചിന്തിക്കാനുള്ള ഒരു ടോപ്പിക് ആണെന്ന് എനിക്ക് മനസ്സിൽ ഒരു ക്രിസ്മസ് സന്ദേശം കൂടിയായിരുന്നു. റോസി നൽകിയ ഈ ഒരു ക്രിസ്മസ് എക്സ്പീരിയൻസ് വളരെ ഉപകാരപ്പെട്ടതായി തോന്നി. ഇത് കണ്ടപ്പോഴും ഞാനും എന്തൊക്കെയാണെന്ന് ചെയ്ത് ഒന്ന് വിലയിരുത്തിയപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നതിന് കൂടുതൽ വ്യക്തിയല്ല. കാരണം അതെനിക്ക് കൂടുതൽ താല്പര്യമുള്ള കാര്യമല്ല എനിക്ക് മനസ്സിലായത്. പക്ഷേ ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയുന്ന സമയത്ത് കൂടുതൽ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ അതിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. എല്ലാം കൂടുതൽ ഒരു 5 സെന്റൻസ് എന്നുള്ളത്
ഒരു 3 സെന്റൻസിലേക്കും പിന്നെ ഒരു സെന്റൻസിലേക്കും മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ. കാര്യങ്ങൾ വ്യക്തമായി പറയുക, അത് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കും, ആവശ്യമുള്ളവർക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. വീട്ടിലാണെങ്കിൽ പോലും അത് ഏറ്റവും നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. സിപ്പ് യുവർ ലിപ്സ്. വേണ്ടത് മാത്രം ഷെയർ ചെയ്യുക. ബിക്കോസ് ഓവർ ഷെയറിംഗ് വിൽ ലീവ് യുവർ ലൈഫ് വെരി ഡിഫിക്കൽട്ട്. അത് ഒരു പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയായിരിക്കും. അപ്പൊ റോസിയുടെ ഈ വാക്കുകൾ, ഈ ഒരു സന്ദേശം നമുക്ക് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതം കൂടുതൽ പ്രൈവറ്റ് ആക്കാൻ, ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ളവരുമായിട്ട് മാത്രം ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്തവരോട് മാത്രം കൂടുതൽ ഷെയർ ചെയ്യുക. ബാക്കിയുള്ളവരോടെല്ലാം വാക്കുകൾ കൊണ്ട് ഒതുക്കുക. സുരക്ഷിതമായി ഇന്നത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള വഴികൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു പ്രണവ്. താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോ ടീം മെമ്പേഴ്സ്, നിങ്ങളുടെ ടൈമാണ്. അപ്പൊ ആരാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഹലോ. ഓ മാഡം, പറഞ്ഞോളൂ. എനിക്കുള്ള ഒരു കുഴപ്പമാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. അപ്പോ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് നമ്മളിങ്ങനെ നമ്മളെ കാര്യങ്ങൾ കൂടുതൽ പറയുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും എന്താണ് അതിന്റെ ആവശ്യം. ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ അവരിങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മളത് പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവരിതൊക്കെ പറഞ്ഞത്. അവര് പറയണതും കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നത് എന്ന് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്. ഇന്ന് മുതൽ എന്തായാലും ഞാനും അത് സ്റ്റോപ്പ് ചെയ്തു. ഓവർ ഷെയറിങ് കുഴപ്പമാണെന്ന് മനസ്സിലായി. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വിധു മാം. ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു ഷെയറിംഗ് നടത്തിയത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ ഇത് എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചാൽ നമ്മൾ വീട്ടിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എടുത്ത് തുടങ്ങണം. അപ്പൊ ഒന്നും വേണ്ട, ഒരു മീൻകാരൻ വന്നുകൊണ്ടിരിക്കുക. ചേച്ചി ഇതെന്താ മീൻ വേണ്ട, മത്തി ഉണ്ടായില്ലുണ്ട്, ഇത് നല്ലതായിരിക്കും, അപ്പൊ എനിക്ക് ഇത് മതി. നമ്മളിത് പിന്നെ അങ്ങ് തുടങ്ങും. മക്കൾക്ക് ഇതാണ് ഇഷ്ടം, അങ്ങേർക്ക് ഇത് ഇഷ്ടമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരിയല്ലേ? നമുക്കത് മുഴുവൻ അവിടെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഇത് മതി, ഇല്ല. ദാറ്റ്സ് ഓൾ. അത് ശരിയല്ല. അപ്പൊ ഇത് മീൻകാര് ശ്രദ്ധിക്കും. മീൻകാരൻ എന്തെന്നറിയും, തൊട്ടപ്പുറത്ത് പോയി പറയും അവിടുത്തെ ചേട്ടന് ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമാണ്. പാവം ചേച്ചി, ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത മീൻ ചേച്ചി വാങ്ങി ഇന്ന് വെച്ചു കൊടുക്കും. ഇതല്ലേ നടക്കുന്നത്? എന്തിനായിരുന്നു നമ്മുടെ വീട്ടിലത്തെ കാര്യം അവനോട് പറഞ്ഞത്? അവൻ അപ്പുറത്ത് പോയി പറയുന്നത്. പിന്നെ അവര് കേട്ടിട്ട് പറഞ്ഞു. എന്നിട്ട് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്ന് ചോദിക്കും, അപ്പൊ നീ ഇന്ന് എന്ത് കഴിച്ചു? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, മീൻകാരൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമില്ലാത്ത മീനാണ് വാങ്ങി. കണ്ടോ, ഇത് എവിടെ എത്തി? ഇത് എവിടെ എത്തി? മീൻകാരൻ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് ഇതാണ്. അപ്പൊ വേണ്ട, അത് എന്റെ വീട്ടിലത്തെ പ്രശ്നം. എനിക്ക് വേണോ? എനിക്ക് അയിലാണ് ഇഷ്ടം, ഒരു അയില വാങ്ങി എനിക്ക് പൊരിക്കാലോ. അത് അവനോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഇത് മതി, ഇതാണ് ഇപ്പൊ വേണ്ടത്. ദാറ്റ്സ് ഓൾ. The remaining all points. Okay. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. Welcome. ഓക്കെ. ഹലോ. ഓക്കെ, പ്രീത മാം. മാജിക് മോർണിംഗ് പ്രവീണ മാം. വളരെ നല്ലൊരു Magic ക്ലാസ് morning. എന്നത്തെയും പോലെ നല്ലൊരു ക്ലാസ്. മാം പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ആ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അധികം ബി മാജിക്കിൽ വന്നിപ്പോൾ ഇത്രയും വർഷമായല്ലോ, അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക, അല്ലാത്ത നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ മാം വേറൊരു കാര്യം, സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് കറക്റ്റാണ്. ഇപ്പൊ നമുക്ക് ഫോൺ തുറന്ന് നോക്കിയാൽ തന്നെ ആവശ്യമില്ലാത്ത റീൽസുകളാണ്. റീൽസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളടക്കം നമ്മളത് ഓപ്പൺ ആക്കാനാണ് ശരിക്കും എല്ലാ ആളുകളും തയ്യാറാവുന്നത്. ഒരു ഇപ്പൊ ഈവൻ ഒരു ലേഡി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഓരോ മാസം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഇപ്പൊ വീടിന് അടുത്തുള്ളതൊക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് നോക്കിയാൽ മതി, ആ സമയത്ത് കാണാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരതങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഒരു കുട്ടി ആ കുട്ടി ജനിച്ച് വീണ ആ ഒരു ടൈം മുതൽ ആ കുട്ടിയുടെ ഓരോ വളർച്ചകൾ, അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ അതെല്ലാം നമ്മുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ ഈ ഫോണുകളും അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നതിന് മുൻപ് നമ്മളും നന്നായി ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് അത് കൂടുതൽ സ്റ്റാറ്റസ് വെക്കാനും അതുപോലെ ഷെയർ ചെയ്യാനാണ് ഏറ്റവും താല്പര്യം. അത് ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. ഇന്നലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ മോളോട് ഒരു കാര്യം, വീടിനടുത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ആ കുട്ടി ഇപ്പോൾ പ്രഗ്നന്റ് ആയപ്പോൾ 9 മാസമൊക്കെ ആയിരിക്കണം.
അവരുടെ പല ഇതിലുള്ള ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ മോൾക്ക് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതുപോലെ തന്നെ ഒരു കല്യാണം കഴിഞ്ഞ് പുതുമയായിട്ടുള്ള ഒരു കുട്ടി, അവര് ഇപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളത്, അത് അവർക്ക് തോന്നിയ പോലുള്ള ഫോട്ടോസുകളൊക്കെയാണ് വിടുക. അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഈ ഫോണിലൂടെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും മോളും കൂടിയിട്ട് ഇന്നലെ ചർച്ച ചെയ്തൊരു കാര്യമാണിത്. അപ്പോഴാണ് ഇന്നിപ്പോൾ മാമിന്റെ ക്ലാസ്സിലും കൂടി അത് വന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണം ഫോണും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. അതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് മാത്രമായിട്ട്, അല്ലാതെ എല്ലാതും നമ്മളിങ്ങനെ ചെയ്യുന്നതിനോട് പറഞ്ഞ പോലെ എനിക്കൊരു താല്പര്യമില്ല. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത, താങ്ക് യു ഫോർ ഷെയറിങ്. ഇപ്പൊ ഇത് കേട്ടപ്പോഴാണ്, ഇപ്പൊ നമ്മളിപ്പോ ഈ സ്റ്റാറ്റസിൽ ഇടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഫോട്ടോസ് പോലും നമ്മൾ ഷെയർ ചെയ്യും. ചില സമയത്ത് ടൂറ് പോകുന്ന സമയത്ത് ചില കുട്ടികൾ പറയാം, ഫോട്ടോ എടുക്കാൻ കേട്ടോ എനിക്ക് ഷെയർ ചെയ്ത് ഇഷ്ടമല്ല, അതുകൊണ്ട് വീഡിയോയിൽ എന്നെ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. See, അതാണ് അവരുടെ ലൈഫ്, അവർക്ക് പോകുന്നപ്പോൾ കഴിഞ്ഞ ഈ മാസം ആദ്യം ഞാനൊരു ഹീലിംഗ് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ നടക്കുന്ന സമയത്ത് എന്റെ ഒരു റൂംമേറ്റ് ആയിട്ടുള്ള കുട്ടി പറഞ്ഞു, അവര് ഞാൻ ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പറയും, ദയവ് ചെയ്ത് എന്നെ ഫോട്ടോസിൽ ഉൾപ്പെടുത്തരുത്. കാരണം ഞാൻ എന്റെ പ്രൈവസിയാണിത്. കാരണം എന്റെ ഫാമിലിയിൽ പോലും ഞാനിത്, അതായത് അതൊരു ഹീലിംഗ് സെഷനിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ അത് ഞാൻ പഠിക്കാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ ഹീലിംഗ് എനിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. കാരണം എനിക്ക് ഹീലിംഗ്, അപ്പൊ അത് ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു പോസ്റ്റിലേക്ക് അവരുടെ സോഷ്യൽ മീഡിയ, അതായത് ഈ ക്ലാസ് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ പോലും എനിക്ക് ഫോട്ടോയ്ക്ക് താല്പര്യമില്ല. കണ്ടോ, അത് അവരുടെ പ്രൈവസിയാണ്. റെസ്പെക്ട് ദാറ്റ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ഇതിപ്പോ എന്താ കുഴപ്പം, എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇപ്പൊ എല്ലാവരും അറിഞ്ഞാണ്ടോ. അവർക്ക് കുഴപ്പമാണെങ്കിൽ റെസ്പെക്ട്, അവരെ അതിനെ വിടുക, എന്നിട്ട് അവരെ വിട്ടുകളയുക. അവർക്ക് അത് താല്പര്യമില്ല. അവർക്ക് താല്പര്യം എന്റെ ജീവിതം, എന്റെ പ്രൈവസി, എന്റെ പ്രശ്നങ്ങൾ, എനിക്ക് സ്ട്രെസ് ഉണ്ട്, എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോ ഇത്തരത്തിൽ ഓവർ ഷെയറിംഗ് നടന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതൊന്നും സോഷ്യൽ മീഡിയയിൽ വരില്ല എന്നുള്ളത് മറ്റൊരു സത്യം. കാരണം പലപ്പോഴും ഇത്തരം ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവരൊരിക്കലും നമ്മൾ ആരും ഷെയർ ചെയ്യുന്ന കാണാറില്ല. കാരണം അതാണ് സമൂഹം ഒന്നുകൂടി തിരിച്ചറിയേണ്ടത്. ഓക്കെ. ജസീന മുജീബ് ന്യൂ മെമ്പർ ആണോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം. ജസീന കേൾക്കുന്നുണ്ടോ? ഓക്കെ. ജസി മാം വീഡിയോ ഓഡിയോ കണക്റ്റ് അല്ല തോന്നുന്നുണ്ട്. അതെ. ഓക്കെ. സോ എനിവേ, ഇനി ആരാണ് സംസാരിക്കുന്നത്? മാജിക് മോർണിംഗ് മാം. ദിവ്യ മാം പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ ഓരോ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും, ഇത് ആളുകളെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്ക് മിക്കപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് മാം പറഞ്ഞത് സത്യമാണ്. അവരുടെ വിഷമങ്ങളൊന്നും അവര് ഇതിൽ കാണിക്കാറില്ല. അപ്പൊ നമ്മള് ഒരുപക്ഷെ പല ആളുകളും കുറെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ സാധനങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് ഒറിജിനല്, ഇതാണ് റിയാലിറ്റി എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ പലപ്പോഴും കുറെ ആളുകൾക്ക് ഡിപ്രഷനിലേക്ക് പോകുന്നത് പോലും ഇതുപോലെയുള്ള ഇതൊക്കെ കാണുമ്പോഴാണ്. അപ്പൊ അവര് വിചാരിക്കും എല്ലാവർക്കും ഇങ്ങനെയാണ്, സന്തോഷമുണ്ട്, ഇത്രയും ഹാപ്പിനെസ് ആണ്, എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നത് ഇതുപോലെയുള്ള ഇതൊക്കെ കാണുമ്പോഴാണ്. യെസ്. അപ്പൊ പല ആളുകളും അങ്ങനെയാണ് കാണുമ്പോഴാണ്. അപ്പൊ മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മളുടെ പ്രൈവറ്റ് ആയ കാര്യങ്ങള് അതൊക്കെ എന്തിനാണ് ഇതിലേക്ക് ഇടുന്നതെന്ന് പക്ഷെ ഇപ്പോ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ, അവരുടെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടാനാണ് ഇരിക്കാം എന്നാണ് തോന്നുന്നത്.
അപ്പൊ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കാണുക. അതാണ് ഇപ്പൊ ഇനി നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ കാണാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കാണുക എന്നുള്ളതാണ് നമുക്ക് വെക്കേണ്ട ഒരു ഓപ്ഷൻ. നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നല്ലൊരു ക്ലാസ്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഓവർ ഷെയറിന്റെ കാര്യം പറഞ്ഞതും ശരിയാണ്. നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യണം. ഒരിക്കലും നമ്മൾ മറ്റൊരാള് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം നമ്മൾ കൺട്രോൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ടാവും, ഒരു വാൾ ഉണ്ടാവും. എല്ലാവരും വന്ന് നമ്മളെ അടിച്ചു കയറി നമ്മളെ അടുത്ത് പറയാനോ അതുപോലെ തന്നെ നമ്മൾ ഒന്നും അങ്ങനെ നിൽക്കില്ല. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, താങ്ക് യു ദിവ്യ. നല്ലൊരു ഷെയറിംഗ് ആയിരുന്നു. അപ്പൊ ദിവ്യ പറഞ്ഞത് പലപ്പോഴും ഇതൊരു കൂട്ടിച്ചേർക്കലും കൂടിയാണ് ദിവ്യ പറഞ്ഞത്. അതായത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായാലും ഫാമിലിക്ക് ആണെങ്കിലും നമ്മൾ ചില പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഓ അവരുടെ ഫാമിലി എന്തൊരു ഹാപ്പിയാണ്, ഇവിടെ എന്ത് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ചിരിക്കുന്നത്. അതായത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ ഓക്കെയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. തൊട്ടപ്പുറത്ത് അടിപിടിയായിരിക്കും, ചിലപ്പോ ഫോട്ടോ എടുക്കാൻ പോലും അടിപിടി കൂടിയിട്ടുണ്ടാവും. ഇതാണ് അവസ്ഥ. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നാണ് പറയുന്നത്. റീൽസ് പ്രത്യേകിച്ച് അതൊക്കെ സ്ക്രീൻ ടൈം നമ്മൾ പോകുന്നത് അറിയില്ല. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത്. ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ കാണിക്കുന്നത് കാണാം. ഇത് റീൽസ് വെക്കുക മാത്രമല്ല അതിന്റെ സൗണ്ട് അതിൽ ചിരി പോലും ആ കമ്പാർട്ട്മെന്റ് മൊത്തം കേൾക്കുന്ന രീതിയിൽ പലപ്പോഴും പലപ്പോഴും പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് സൗണ്ട് കുറച്ച് വെച്ചാൽ നന്നായിരുന്നു എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞ പോലെ നമുക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അവരുടെ ലൈഫ് അങ്ങനെയല്ല, പലപ്പോഴും അവരുടെ ലൈഫ് അങ്ങനെ ആയിരിക്കില്ല. സമൂഹത്തിന്റെ മുന്നിൽ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തലിന് ആവശ്യമുണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക. റീൽസിന്റെ ടൈമൊക്കെ പോകുന്ന അറിയില്ല. ഒരു പക്ഷെ നല്ലൊരു ഡെസിഷനിലേക്കൊക്കെ നമുക്ക് ഈ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന സമയത്ത് കൊണ്ടുവരാം. പിന്നെ പറഞ്ഞതുപോലെ നമുക്കും വേണ്ടത് മാത്രം ഷെയർ ചെയ്യാം. പക്ഷെ ഇത്തരം ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇവിടെ. കാരണം ഇത് അത്തരം ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത്, നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും ഒപ്പം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ ഷെയറിങ് വളരെ നല്ലത്. ഇവിടെ നിങ്ങൾ ഓവർ ഷെയറിങ് എന്നുള്ള ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു ഹീലിംഗ് ആണ് നടക്കുന്നത്, ഒരു ചേഞ്ച് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സന്ദർഭവും അനുസരിച്ച് വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് തോന്നുന്നു ജസീദയുടെ മൈക്കിന് എന്തൊരു പ്രോബ്ലം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് മൈക്ക് കണക്റ്റ് ആയിട്ടില്ല തോന്നുന്നു, എന്തെന്ന് അറിയില്ല. ഓക്കെ, സന്ധ്യ ആരാ? സന്ധ്യ മാം. സന്ധ്യ മാമിന് ഓഡിബിൾ ആണോ? കേൾക്കാവോ? ഓക്കെ, മണി സർ. അജിക് മോർണിംഗ്. മാം, നല്ലൊരു സെഷനാണ്. നമ്മള് എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് മാം പറഞ്ഞു തന്നത്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഓവർ ഷെയറിങ് കൊണ്ട് പലതരം ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരോടൊക്കെയാണ് പറയേണ്ടത്, എന്താ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ വീട്ടിലെ നമ്മളെ ആൾക്കാരോട് പറയാൻ പറ്റുന്നതാണ് നമ്മൾ പറയാം, അവരോട് പറയാം. പക്ഷെ മറ്റുള്ള ആൾക്കാരോടൊക്കെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ലൂസായിട്ട് സംസാരിച്ച് അതിന്റെ പലതരം ബുദ്ധിമുട്ടുകൾ വന്നു ചേരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ മൗനം ആണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലായാലും ശരി, നമ്മളെ റീൽസ് ഇട്ട് അത് പോയിട്ട് അതിൻ്റെ ബാഡ് കമന്റ്സ് എല്ലാം വരുമ്പോൾ നമ്മളുള്ള സുഖം കൂടി പോവുക ചെയ്യുക. മാം പറഞ്ഞ വളരെ കറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്തും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രതികൂലമായിട്ട് ഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരാറുണ്ട്. അപ്പൊ ഇന്ന് വളരെ നല്ലൊരു ക്ലാസ്സാണ് കിട്ടിയത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ തന്നെ കുറച്ച് സമാധാനം ഹാപ്പിയൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. താങ്ക് യു വെരി മച്ച് മാം. നന്നായിരുന്നു. പിന്നെ പാട്ടും നന്നായി. താങ്ക് യു.
താങ്ക് യു മണിസാർ പറഞ്ഞ കാര്യം. മൗനം വിദ്വാന് ഭൂഷണം. എന്നിട്ട് ചിലര് മറ്റു സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുന്നുണ്ട്, വിദ്യക്ക് ഭൂഷണം എന്നൊക്കെ പറയാറുണ്ട്. പല സമയത്തും ഈ മൗനം നമുക്ക് പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാം. ഇനി സോഷ്യൽ മീഡിയയിലും നമ്മളൊരു മൗനത്തിന് സമയം ആയിട്ടുണ്ട്. അതിന് വേണ്ടത് മാത്രം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. അത് നമ്മുടെ അടുത്ത തലമുറയിലേക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത തലമുറ അത് റെസ്പോണ്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടേക്ക് നമ്മളൊരു മിതത്വം പാലിക്കാൻ ഡിസിപ്ലിൻ കൊണ്ടുവരാം സോഷ്യൽ മീഡിയ ഷെയർ. അതാരാണ് ഒരു ആശ്വാസ വാക്കൊക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഷീല മാം ആണ്. ഞാനിവിടെ ഉണ്ട് എന്ന്. ആ ഷീല മാം പറയും. ഞാൻ ആലോചിച്ചപ്പോ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ മാമിന്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ, നമ്മൾ ഈ വർഷം കൂടി ഇനി ഈ ദിവസം, ഈ വർഷത്തെ ഈ ദിവസം കൂടെ നമ്മൾ ഇനി കാണുള്ളൂ. ഞാൻ ഇനി അടുത്ത വർഷമേ വരുന്നു. ഓക്കെ മാം, ഞാൻ മുഴുവൻ കേട്ടില്ല സത്യം പറഞ്ഞാൽ, ഇച്ചിരി താമസിച്ചു പോയി. എങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. ഇപ്പൊ മീൻകാരന്റെ കാര്യമൊക്കെ പറഞ്ഞു. മീൻകാരൻ എങ്ങനെയെങ്കിലും ചേച്ചിയെ പിടിച്ചേൽപ്പിക്കാനാ നോക്കുന്നത്. ചേച്ചിയാണെങ്കിൽ കൂടെ അങ്ങോട്ട് പിന്നെ നിന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും. അപ്പം ഞാൻ ശരിക്കും ഷെയർ ചെയ്യാൻ വന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാനൊരു സത്യം പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഒരു കാര്യം പറഞ്ഞ് സമയം കളഞ്ഞു. സമയം കളഞ്ഞതല്ല, പക്ഷെ നമ്മൾ തമ്മിൽ, ഞാനും സംസാരിച്ച കുട്ടിയും തമ്മിൽ ആ കാര്യം സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഒരു കുടുംബസ്വത്ത് ഭാഗം വെക്കുന്നത്, ഞാൻ കയറി ചെന്ന പെണ്ണ്, അവിടുത്തെ ആണുങ്ങൾ ആരുമല്ല സംസാരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു ചേട്ടന്റെ മകള്, ഇങ്ങനെ ഞങ്ങൾ രണ്ടുമാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ അവര് കേൾക്കും എന്നാണ് ഈ കുട്ടി എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എങ്ങനെ കേൾക്കാനാ, എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നമ്മൾ ഇതിനകത്തൊക്കെ നിന്ന്, എന്നാലും എല്ലാത്തിനും അവർ എന്നെയാണ് പിടിക്കുന്നത്. ഞാൻ ജസ്റ്റ് പറയണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആലോചിക്കുക, എങ്കിലും ഞാൻ പറയുന്നുണ്ട് ആ കുട്ടിയോട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടണ്ട, ഇതൊന്നും സോൾവ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടല്ല നമ്മൾ അവിടെ ചെന്നതും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നടത്തിയതും ഒക്കെ. നമുക്ക് കുടുംബത്തിന് നല്ലതെന്ന് പറയുന്നത് നമ്മൾ നടത്തി. പക്ഷെ അതിന്റെ ആധികാരികമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് അത് ആണുങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കയറി ചെന്ന പെണ്ണുങ്ങള് പറഞ്ഞാലൊന്നും അത് നടക്കുന്ന കാര്യമല്ല. സ്വത്ത് വീതം വയ്ക്കുന്ന കാര്യമൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എന്നോട് അത് സോൾവ് ചെയ്യാനാണ് ഇവര് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു. എന്നിട്ട് ഞാനൊരു 1 മണിയായി ഇന്നലെ സത്യം പറഞ്ഞാൽ ഉച്ചക്കത്തെ അരി കൂടെ ഇട്ടപ്പം. അപ്പം ചുമ്മാ സമയം വേസ്റ്റ് ആക്കി എന്നുള്ളതാ ഇപ്പം മാം പറഞ്ഞത് കേട്ടും. അല്ലെങ്കിൽ ഇപ്പം ഗർഭിണിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഈവൻ കോളേജില് പിള്ളേരും ഒക്കെ എന്താണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ആ ഒരു ഇതൊക്കെ ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് കടന്നു പോകുന്നത്. എന്റെ കോളേജിൽ വരെ ടീച്ചറിനെ വിടുന്ന സമയത്ത് കുട്ടികൾ വിളിച്ച് കേക്ക് മുറിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കാണുമായിരുന്നു കേട്ടോ. ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ വിട്ട് കളയുക. പക്ഷെ അതൊന്നും ഇനി ഏതായാലും കുറയാൻ പോകുന്നില്ല, കൂടത്തേ ഉള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്ത സംഗതികൾ നമ്മൾ വിട്ട് കളയുക, നമ്മുടെ ജീവിതത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ മക്കളാണല്ലോ, എനിക്ക് 2 പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 50% ടൈം അവരെനിക്ക് തോന്നുന്നു മൊബൈലിലാണ് ചെലവാക്കുന്നത്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും അവര് കൂട്ടാക്കാറില്ല. നമ്മൾ പറഞ്ഞാലും പറയാന്നുള്ളതല്ലാതെ കുറച്ചൊക്കെ ചെയ്തു തരും. എന്നാൽ കൂടുതൽ ടൈം ഇതിനകത്താണ്. ഇനിയിപ്പോഴത്തെ തലമുറയൊക്കെ നമ്മൾ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇനി മുന്നോട്ട് വരുന്നത്. അപ്പം നമ്മൾ നല്ലത് കാണിച്ചു കൊടുക്കുക, നല്ലത് കാണിച്ചു കൊടുത്തതിന് ശേഷം അവരോട് സംസാരിക്കുക. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. മാഡത്തിന്റെ പാട്ട് കേട്ടില്ല, അതാണ് സങ്കടം. ഓക്കെ, താങ്ക് യു. വെൽക്കം വെൽക്കം. അപ്പൊ കണ്ടോ, ഇന്നത്തെ സമൂഹം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് വേണം എന്നുള്ളതാണ് നമ്മുടെ ഈ ദീപാജിക്കിലൂടെ പഠിക്കുന്നത്. പറഞ്ഞതുപോലെ അതൊന്നും ആഘോഷമാക്കണ്ട എന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേണമോ എന്ന് ചിന്തിക്കുക. ആഘോഷങ്ങൾക്കിടയിൽ നമ്മളുടെ സ്റ്റാൻഡ് വിട്ടുപോകാതെ നമ്മളുടെ കൺട്രോളിൽ നിന്ന് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്തും ഏതും ഷെയർ ചെയ്യുമ്പോൾ ഓർക്കുക, അതിലൊരു നെഗറ്റീവ് കമന്റ്സ് നമ്മളെ കാത്തിരിപ്പുണ്ടാവും. അവിടെ നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിർത്തുക. ഇപ്പോ റോസി ചെയ്യാറില്ല എന്ന് കൂടിയാണ് റോസി പറഞ്ഞത്. ഞാൻ യാത്ര ചെയ്യുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്.
എന്റെ സ്ട്രെസ്സിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് സമൂഹത്തിനെ ബോധിപ്പിക്കാനുള്ളതല്ല. സമൂഹത്തിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ തോറ്റിട്ടില്ല എന്ന് സമൂഹത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ ഫോട്ടോസ് ഇടുന്നത്. അതിനാണോ ഞാൻ ജീവിക്കുന്നത്? അല്ല. എനിക്ക് ജീവിക്കാനും എന്റെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പൊ എന്റെ ജീവിതം എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടരുക. അതല്ലെങ്കിൽ നിങ്ങളത് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോയി അതിനു വേണ്ടി സമയം കളഞ്ഞ് നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫിനെ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക. കാരണം ഇത് നമ്മൾ ചേസ് ചെയ്യുന്ന ആൾക്കാർ, ഈവൻ വീട്ടുകാർ പോലും അതിന് നമ്മൾ ഒരു മറുപടി കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. റോസി പറയുന്നുണ്ട്, എന്റെ അമ്മ പോലും എന്നോട് ഇത്തരത്തിലാണ് പെരുമാറിയത്. ഞാൻ ഇത്തരം യാത്രകളൊന്നും നടത്തിയിട്ടില്ല, എനിക്ക് അതിന്റെ സമയമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുടുംബത്തിൽ ഞാൻ എപ്പോഴും തിരക്കായി. എനിക്ക് ഇങ്ങനത്തെ യാത്രകൾ, ഇവിടെ റോസി ഒരു യാത്ര നടത്തി അടിച്ചു പൊളിക്കാനല്ല, തന്റെ സ്ട്രെസ് ആയിട്ടുള്ള ജീവിതത്തിൽ തന്റെ മുരടിച്ചു പോവും എന്ന് തനിക്ക് തോന്നിയിട്ടുള്ള റിലീഫ് വേണ്ടപ്പോഴാണ് റോസി അതല്ല സമൂഹം കണ്ടത് കേട്ടോ. അപ്പൊ ഇതാണ് സ്വന്തം വീട്ടുകാർ പോലും റോസിയോട് പറഞ്ഞത്. റോസിയുടെ ബ്രദർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നീ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഓർത്താൽ നിന്റെ കാര്യം നീ നോക്കുക, നീ ഓർക്കണം ആ സമയം നിനക്ക് കുട്ടികളെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവർക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തൂടെ. കണ്ടോ, ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് റോസി പറഞ്ഞത്. അപ്പോഴും ബ്രദർ ചോദിച്ചില്ല, നീ ഹാപ്പി ആയിരുന്നോ യാത്രയ്ക്ക് പോയപ്പോ? നീ എന്തായാലും നിന്റെ ഹാപ്പിനെസ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, നീ ഒന്ന് ചിരിച്ചു കണ്ടപ്പോ. ഇതല്ല ബ്രദർ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഞാനത് കാട്ടിക്കൂട്ടിയത്? അപ്പോ അതെന്റെ സ്വകാര്യ, എന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അത് ഞാൻ സ്വകാര്യമായി തന്നെ സന്തോഷിച്ച് തീർക്കുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിർത്തും. ഓക്കെ, താങ്ക് യു ശീല മാം, താങ്ക് യു സോ മച്ച്. അതൊന്ന് വിവരിപ്പോ ശീല മാം പറഞ്ഞാണ്ടോ, എന്റെ കുറെ മണിക്കൂർ, 1 മണിക്കാണ് ഞാൻ പിന്നെ അരിയിട്ടത്. അവധി ആയതുകൊണ്ടാണ് ഉച്ചയ്ക്ക്. അപ്പൊ എന്റെ കുറെ സമയം അത് അവിടെ വെറുതെ പോയി, ആവശ്യമില്ലാതെ ഡിസ്കഷൻ നടത്തി മുന്നോട്ട് പോയി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. ഓ, നമുക്ക് ടൈം ആയിട്ടുണ്ട്. എനിവേ നല്ലൊരു സെഷൻ ആയിരുന്നു, അതോടൊപ്പം നല്ലൊരു പാട്ടായിരുന്നു. എനിവേ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും പുതുവർഷത്തിലേക്ക് എല്ലാ നന്മകളും നേരുന്നു. നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു, ഹാപ്പി താങ്ക് ന്യൂ യു ഇയർ. ഓൾ, താങ്ക് യു മാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു താങ്ക് യു, താങ്ക് യു, താങ്ക് യു.